അമ്പട്ടൻ അക്കോസട്ടാ വാലന്റൈൻസ് ഡേ ഷൂട്ട് അതിനുവേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി എന്താ അടുത്ത പരിപാടി? റോസ് ആർക്ക് കൊടുക്കാനാ? ഞാൻ എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാങ്ങുന്ന. ഇങ്ങനെ ഒരു വ്യക്തി ഈ വീട്ടിലുണ്ട്. പക്ഷെങ്കിൽ ഗെയിമറാണ്. ഗെയിമർ. അപ്പോൾ ഓക്കെ. കട്ട്. വീക്കെൻഡ് ആകുമ്പോഴേ നമ്മളിങ്ങനെ എന്താ പറയുക, വായി നോക്കാനെല്ലാം ഉഷാറായിട്ട് പോകുന്നത് എന്നല്ല നമുക്കൊരു വിചാരമുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഇതാ കാണുന്നില്ലേ, ഇതാ ഇവിടെ വരുന്നില്ലേ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് മേക്കപ്പ്, അതാ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഡ്രസ്. അതെ, എന്താണ് വിചാരം? ചുവന്ന കാറ്, ചുവന്ന ഡ്രസ്സ്, ചുവന്ന ഷൂസ്. അയ്യോ, ഡ്രൈവർ വണ്ടി എടുക്കൂ. ഡ്രൈവർ വണ്ടി എടുക്കൂ. ഇങ്ങോട്ടും വരൂ. അപ്പൊ ഉറക്കം വരുമ്പോ കാറ് നിർത്തിട്ടുണ്ടേ. ആ കാറ് ഡ്യൂട്ടി കഴിഞ്ഞോണ്ട് വരല്ലേ ആ സമയത്ത്. പറ്റോ? ഒന്നും പറ്റില്ല. വണ്ടി അങ്ങ് ഡിവൈഡറുമ്പോ കേറിയിട്ട് ഡിവൈഡർ എവിടെ നിക്കണെന്ന് പിടിച്ചിട്ടില്ല. എന്നിട്ട് ഒന്ന് വണ്ടിന്ന് പുറത്തിറങ്ങി നോക്കി. അപ്പഴാ മനസ്സിലായത് റോഡ്. വണ്ടിക്ക് എന്താ പറ്റിയ? ഹൈലക്സ് അല്ലേ, വലിയ വണ്ടിയല്ലേ, സുഖമായിട്ട് കേറി ചാടി കയറി. ഇതിലെ പോലെ അതിന് നേരെ റോട്ടിൽ തന്നെയാണ്. പിന്നെ പോയോടത്ത് എത്തൂലേ. കല്യാണ പരിപാടിക്കൊക്കെ ഇറങ്ങൂലേ പെണ്ണ് ചെറുക്കനെ സ്വീകരിക്കാനാണ്. അതിൽ എൻ്റെ ഫോൺ ഉണ്ടത് നിൽക്കണം ഇല്ല. അപ്പോൾ വ്ളോഗ് അബുവിൻ്റെക്ക് കൈമാറുകയാണ്. ഇനി ഫോട്ടോഷൂട്ട് കാണാം. അതിന് നിനക്ക് പെണ്ണുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത്? വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാണ്ട് ഓരോരുത്തർ സിംഗിൾസിന് ആഘോഷിക്കാൻ പറ്റും വാലന്റൈൻസ്. പെണ്ണെന്നെ വേണമെന്നില്ല. ഇന്നൊക്കെ ഇപ്പം പറയും പെണ്ണ് വേണം വാലന്റൈൻസ്. നമ്മക്കിന്ന് പുൽവാമ മണ്ട ഒരു രാജ്യദ്രോഹമാണ് ചെയ്തത്. അതെ അതെ അതെ. രാജ്യത്തിന് വീരമൃത്യു. കഴിഞ്ഞു. വാലന്റൈൻസ് ഡേ കഴിഞ്ഞു. പൂ കൊടുത്തു കഴിഞ്ഞു. സൂര്യ നെഞ്ചുക്കുൾ പെയ്ത് നെഞ്ചുക്കുൾ പെയ്ത് എന്നാ ഒരു പൂവൊക്കെ പോവുക വാലന്റൈൻസ് ഡേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അല്ല, അമ്പലത്തിലേക്കാട്ടും പൂ എടുത്തിട്ട് പോവാന്നല്ലാണ്ട് നമ്മളെടുക്കുന്ന പൂ വാങ്ങിയിട്ടൊന്നും ആരും. ചിന്നത്തെ കൊടുത്തോ? ദേവിരുന്നു കൊടുത്തോ? കൊമ്പോ ഇങ്ങനെ പോരെ? കൊമ്പോ ഫോട്ടോഗ്രാഫർ രേണുവിൻ്റെ ഒപ്പം വേണുക. എന്താ ഒരു ഫ്ലവർ വേണ്ടി വരും. ആ ചിന്നമ്മ എവിടേക്ക്? കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ചേച്ചിയുടെ ഫോണിൽ നെറ്റില്ലേ?
അതിൻ്റെ അകത്ത് വാലന്റൈൻസ് ഡേ ഫോട്ടോസ് അല്ല ഗൂഗിളിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ എങ്ങനെ വരും. എന്നാൽ ഫോൺ നോക്ക്. എടാ ഫോട്ടോ പോസ് ഒന്ന് നോക്കടാ. ഞാൻ ഫ്ലവറിങ് സൈഡിൽ ഇവിടെ ഇല്ല. ആ ഇങ്ങനെ നീട്ടിപ്പിടിച്ച എന്റെ മുഞ്ചുണ്ട്. ഷോള് ശരിയാക്കണം അല്ലേ? ഷോളെടുത്ത് ഒഴിവാക്കിയാലോ? ഷോൾ ഒഴിവാക്കിയാ പറ്റേ സാരില്ല. ഗിംബല് റെഡി ആയി വരുന്നുള്ളൂ എനിക്ക്. എന്താ നെഞ്ചുക്കുൾ പെയ്തിടുമാമഴേ ഞാൻ ഇത് ചൊല്ലിയാവണോ? നീ അവളവളവള നീ അമ്മാതിരി ചെറ്റ. ഞാൻ இந்த மாதிரி ചെറ്റ എങ്ങനെയും பார்த்துருக்க மாட்டேன். വാവ് ഷാൾ ഇട്ടോ? അത് ഇങ്ങനെ കവർ ചെയ്യാണ്ട്. ஹே அபு, நான் இது சொல்லி ஆகணும். நீ அவ்வளோ வெளியே செட்டா. நான் இந்த மாதிரி செட்டையை இங்கே எங்கேயும் பார்த்துருக்க மாட்டேன். ஆனால் நான் இது சொல்லி ஆகணும். ஆ പറ്റിച്ചോ നമ്മളെ? വേണമൊന്നുമില്ലാത്ത റോസപ്പൂവാ. ഇങ്ങനെ നോക്കാൻ പറ്റുമോ? ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആ ആ ഇല്ല അങ്ങനെ തന്നെ കുറച്ച് ഓവറാവട്ടെ, ഇതല്ലേ ധാരാൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. നിങ്ങളുടെ ഫേസ് എല്ലാം കവർ ചെയ്തിട്ടുള്ളത്. മോട്ടറാക്കണ ഈ ചെങ്ങായാണ് ഇത് മോട്ടറാക്കണ ഫുള്ള്. അല്ല ഫേസേ ഇല്ല നോക്കണ്ട. കുറച്ച് പൊന്തിക്കേണ്ടി വരും. ഈ ഒരു ഇത് കിട്ടണം. ഈ സൈഡ് നിങ്ങള് ഫേസ് കിട്ടണം. ആ ഇത് സ്വന്തം ഫോട്ടോസ് കണ്ട് പുളകം കൊള്ളുന്ന ജനതയും അതിന് വീണ്ടും മോട്ടറാക്കുന്ന രാമോ. നമുക്ക് മോട്ടറാക്കാനല്ലേ പറ്റുള്ളൂ. മോട്ടറാക്കി കൊല്ലൂടെ പുറത്തിറങ്ങാൻ പറ്റ സ്ഥിതിയാണ്. അതാ എന്തേ ഓനാക്കിക്കോളെ. നിങ്ങളിങ്ങനെ നേരെ നോക്കിക്കോ. ഓക്കെയാണ്. അപ്പോ ചിന്നൂത്തൻ്റെ വേഷം നോക്കിയേ. നമ്മളെ യോധ സിനിമേൻ്റെ അകത്തുള്ള മറ്റേ ഉണ്ണിക്കുട്ടൻ്റെ ഡ്രസ്സ് വല്ല ഇല്ലേ? അമ്പട്ടൻ അക്കോസട്ടാ അമ്പട്ടൻ. പൊട്ടനും പോയി ബോട്ട് കിട്ടി ഐലസ. പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 നോട്ട് എണ്ണി എടുക്കാം. ഹലോ, നമ്മളൊരു എന്തിനു പറയാ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ.
ലിസ്റ്റ് ഉണ്ട്. ഓക്കെ പയ്യപ്പോ എന്നെ ഇങ്ങോട്ട് വാ, എൻ്റെ ബാക്കിലേക്കോ. ആ ഓക്കെ 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 ഡൺ. ഹലോ ഹലോ ഹലോ. നമ്മുടെ അബുവിൻ്റെ രമിത്തിൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 റിയാലിൻ്റെ നോട്ട് എണ്ണ, അല്ലെങ്കിൽ 50 റിയാലിൻ്റെ നോട്ട് എണ്ണാൻ പറ്റും. ഓക്കെ നോക്കി ഫോളോ ചെയ്തിക്കണോ? നോക്കട്ടെ നോക്കട്ടെ. ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അബുവിൻ്റെത് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 500 റിയാലിൻ്റെ നോട്ട് എണ്ണി എടുക്കാൻ പറ്റും. അവസരം അത് കിട്ടും. 30 സെക്കൻഡ് ഉണ്ട്. 30 സെക്കൻഡ്. ടൈമർ ഓൺ ആക്കട്ടെ. ഇതാണ് 500 രൂപ. ആ എണ്ണിക്കോ. ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പായസം ഇത്രയായി. ഏത് 500 റിയാലിൻ്റെ നോട്ട് ഏതാന്ന് അറിഞ്ഞൂടെ ടീമിന്? ആരെങ്കിലും പറഞ്ഞാൽ തപ്പാടെ ഉണ്ടെന്നെ. പായസം ഇത്രക്കാരായി. കളിക്കാണ് ചേച്ചിയുടെ കൂടെ കളിച്ചതല്ല ഞാൻ. 500 റിയാലൊന്ന് കാണിച്ചു. അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ എന്തെങ്കിലും പരിപാടികൾ ചെയ്യാൻ പാടുണ്ടോ? അല്ല 500 റിയാലൊന്ന് കാണിച്ചു കൊടുത്താ. 500 റിയാൽ എണ്ണുക. ഏത് 30 സെക്കൻഡിന് എണ്ണി എടുക്കുക. ഞാൻ ചേച്ചി 30 സെക്കൻഡ് കഴിയില്ലെങ്കിൽ ഞാൻ രാമുവിനെ പുറത്ത് സംഘടിപ്പിക്കേണ്ട ചേച്ചി. ഞാൻ പതുക്കെ പതുക്കെ ഉണ്ടായിരുന്നു. നിന്റെ കൂടെ കൂടി നമ്മളെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. എന്നാ പിന്നെ നമുക്ക് ചായ കുടിക്കാം. എന്താ ട്രിപ്പൊക്കെ പോണോ? ട്രിപ്പൊക്കെ പോണം. ട്രിപ്പൊക്കെ പോണം. പിന്നെ എന്തിനു ജീവിച്ചിരിക്കുന്നോ? നിങ്ങൾ പറയും. ചേച്ചി പറയേ ഇങ്ങോട്ട് വാ, ക്യാമറ ഇങ്ങോട്ട് വേണമെങ്കിൽ. ചേച്ചി പറയാ ട്രിപ്പൊക്കെ പോണം, എന്തിനെങ്ങനെ ജീവിച്ചിരിക്കുന്ന അല്ലാണ്ട്. ഞാൻ പറഞ്ഞു മരിച്ചെന്നാല് നമ്മൾ ട്രിപ്പും പോകുന്നില്ല, ജീവിച്ചിങ്ങനെ പോകുന്നില്ല. പിന്നെ ജീവിതം ഒഴിവാക്കലേ നടക്കൂല. ഞാൻ തന്നെ ഒരു വിദേശ ടൂർ, ഇന്റർനാഷണൽ ടൂറൊക്കെ പോയിട്ട് വീട്ടിലോട്ടൊന്ന് ചെല്ലണം. എന്നാ പിന്നെ ശരിയേ. ചിനുത്താ, ഇതൊരു തോക്കാണെങ്കിൽ ഒരു ഉണ്ട പോലും വിടാണ്ട് ഞാൻ അടിച്ച് തെറിപ്പിച്ചേനാ. അതുകൊണ്ടാ ഇതിന്റെ ഇടയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. എന്താ കഷ്ടായത്. അതങ്ങനെ ഉണ്ടാവും. ഓനെ ഞാനായതുകൊണ്ടാണ് കൊല്ലാതെ വിടുന്നത്. ഇനി പോയിട്ട് കുറച്ച് ചായ വരുമെന്ന് ചോക്കറോട്. അത് അവിടെ നിന്ന് ചായ കാച്ചുന്നതാ സുഡാനികള്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഏതോ വശത്തുനിന്നാ വേദന വരിക. ഇടത്ത് എനിക്ക് കിടത്തുന്നില്ല, ഒന്ന് എല്ലിൻ്റെ അടുക്ക് കുത്തിയിട്ടത്, വേറെ ഒന്നല്ല. അല്ലാണ്ട് ഹാർട്ട് അറ്റാക്ക് നീ നേരത്തെ പറഞ്ഞില്ല എനിക്ക് വേദന വരുന്നുണ്ട്. തിന്നിട്ട് എല്ലിൻ്റെ അടുക്ക് കുത്തുന്നേ അത്. ഞാൻ പറഞ്ഞില്ല. ആകെ ഞങ്ങളെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എവിടെ എഡിറ്റ് ചെയ്ത് എപ്പോ തരും? എവിടെ പോയി?